ഹായ്, ഫിഷിംഗ് കോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ കാസ്റ്റിംഗ് ഇറങ്ങിയാണ്, പുഴയിലോട്ട് ഇറങ്ങിയാണ്, ഒറ്റക്കാണ്, പഞ്ചായത്ത് ഇറങ്ങിയാണ്. ഇപ്പോഴേ നട്ടുച്ചയായി, 1 മണിയൊക്കെ കഴിഞ്ഞ്, ഇപ്പോൾ 1:30 ആവാറായിരുന്നു. അപ്പോൾ ഈ ടൈമിൽ ഒന്നടിക്കാനുള്ള, ഇന്നലെ ഈ ടൈമിൽ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്, ഒരു കാളാഞ്ചിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല, വെറുതെ ചാടിക്കളഞ്ഞ്, കുക്കപ്പ് കൊടുത്ത് അപ്പം തന്നെ ചാടി. പക്ഷെ നമുക്കത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, പ്രതീക്ഷിക്കാതെ ഒരു കിട്ടിയ സ്ട്രൈക്കാണത്. അപ്പോൾ അത് കണ്ടാണ് ഇന്നിപ്പോൾ ഇന്നിറങ്ങി. പക്ഷെ ഇന്നിപ്പോൾ ഒന്നും അടിച്ചില്ല, ഒരു പാലാനടിച്ച്, അത് നമുക്ക് കിട്ടിയില്ല. അത് പിന്നെ വേറൊരു സാധനം അടിച്ചുള്ളത് ഇന്നിപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ റിട്ടേൺ വീട്ടിലോട്ട് പോകുന്നു. ആ ടൈമിലാണ് ഞാൻ ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും ദാനയും കൂടി മറ്റേ വറ്റേനെ പിടിക്കാൻ വേണ്ടിയിട്ട്, ഞാനും ദാനും വറ്റേനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വറ്റയും പാലാങ്ങടി നല്ല കാറ്റാണ് ഈ ടൈമിൽ, ഏറ്റവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ടൈമാണ്. നല്ല കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി സൈഡിലോട്ട് ഒതുക്കിയിട്ടാണ് ഇൻട്രോ എടുക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും താനും കൊണ്ട് വറ്റ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നല്ലോണം പാലാങ്ങണി ഒരു 9, 10, 15 കിലോ ആ റേഞ്ച് 2-3 ദിവസം അടുപ്പിച്ച് പാലാങ്ങണി ഇട്ടുണ്ട്, ഒരു തരക്കേടില്ലാത്ത പാലാങ്ങണിയൊക്കെ. പക്ഷെ അത് മടുത്തുപോയി, പെട്ടെന്ന് മടുത്തുപോയി. കഴിച്ചുകൊണ്ടൊക്കെ കിട്ടും, ഞങ്ങൾ ചെമ്മീനിട്ട് പിടിച്ച്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ വറ്റ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വറ്റക്ക് പോയപ്പോൾ കുറച്ച് വറ്റയും വലിയ പാലാങ്ങണിയൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി, ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പനങ്കയാണ് യൂസ് ചെയ്തേക്കണേ. റോഡും റീലൊക്കെ എടുത്തെങ്കിലും നമ്മൾ അതിന് കാസ്റ്റ് ഒന്നും ചെയ്തില്ല, അതിനുള്ള നേരമൊന്നും കിട്ടിയില്ല. ചെമ്മീനിട്ട് മീൻ പിടിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ മാത്രമായിട്ട് ഇൻട്രസ്റ്റ് ആയിപ്പോയി. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി, ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനിപ്പോൾ പുതിയ വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ. ഇപ്പം കിട്ടിയിട്ടേണ്ടത് അവന് പിന്നെയും കിട്ടി. മേത്തേക്കിടലടാ, കൈ പിടിച്ചാൽ മതി. മുള്ളേ ഭയങ്കര മുള്ളാണ്. അവിടെ എത്ര ഇത് 16 കൊടുത്തണം, 16 കൊടുത്താണ് നിർത്തി. വലിയ ഒറ്റക്കാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യണം. അതെൻ്റെ ഡെങ്കീസാണ്, അതെൻ്റെ ഡെങ്കീസ. എനിക്കടാ തേടാ. ഓക്കെ, ചെമ്മീൻ കേട്ടോ. മൂടി വെക്കണോട്ടാ, മുഖമൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്ത് നോട്ടാ. ചൂട് രക്ഷിതാത്ത ചൂടാ. ഏയ് 15 നല്ലത്, 14 കിട്ടണ്ടാണ്. ചവറിൻ്റെ ഇടയിൽ നിന്നുള്ളൂ പറ്റ. കണ്ട നീ മറ്റ കണക്കി കൊടുക്കണോടാ, അനക്കണ്ടാന്നാ എന്താടാ. വന്നട കാളാഞ്ചി മറ്റേ മിസ്സാക്കരുതട്ടാ. പാലാങ്ങണി വിട്ടോട്ട് വെക്കും, ഒറ്റ പാലാങ്ങണിയാവത്. മേത്തേക്കിടല്ലേ മാറ്റിയെടുക്കും. അടുത്ത കിട്ടിയ പറ്റാ, അടുത്ത കഴിച്ചോണ്ടേലും പറ്റ പുറത്തുനിന്നാണോ മീൻ കോത്തണേ? കൂട്ടത്തൊടുന്നില്ല അതിന്റെ ഇടയിൽ നോക്കി. കണക്കാല് നോക്കൂല, അതോട് മറ്റേ സൈസ് നോക്കിയത്. ആ ദിവസമുള്ള ഒറ്റക്കാണ് ഞാൻ പിടിക്കണമെന്ന് പറഞ്ഞത്. ചെമ്മീൻ നല്ല ജീവനുണ്ട്. ഓ കിട്ടുപോയി. രണ്ടാമത്തെ പ്രാവശ്യം എടുത്തുകൊണ്ട് മാങ്ങാത്തൂരി
ചില സമയത്ത് അങ്ങനെ കൊത്തിയാൽ കിട്ടൂല. ഈ തൂക്കി നിന്ന് കുത്തുമ്പോൾ അങ്ങനെയാ. ഈ വഞ്ചിൻ്റെ അടുത്തൂരില്ലേ, അടുത്തോട്ട് നമ്മളൊക്കെ ചാടി കയറി കൊത്തണം. അങ്ങനെ രണ്ടാമത്തെ മീനും വിട്ടു അതിൻ്റെ. നോക്കട്ടെ, കൊത്തും കൊത്താതെ അവിടെ പോവാൻ. ടങ്കീത് കാണാനുള്ള മുതുക്കനടാ കളിച്ചു. ചോമല് വിട്ടുപോയാൽ നമ്മൾ നോക്കിയിരിക്കുകയാണ്. എൻ്റെ കുത്തിപ്പോയത് വേറെ വല്ലൊരു ഈ സൈസ് സെറ്റ് ആയിക്കോട്ടെ. ഞാൻ വെട്ടിച്ചിട്ടാ കൊള്ളിച്ചില്ല. ആ പിന്നെ വെട്ടിക്കത് വെട്ടോളണ്ടേ. മീനെ കാണിച്ചിട്ടതെ ഇത് കണ്ട മുതുക്കം പറ്റണ്. ചൂണ്ടക്കാരാണ്. പിടിച്ചോ. കുത്തിയത് മുഴുത്താണ്. എൻ്റെ തട്ട് കിട്ടിയല്ല, എടുത്തുകൊണ്ട് പോയില്ല. വറ്റരിയോളൂ മുടിഞ്ഞ കാറ്റ്. അത് ഈ നേരം ആകുമ്പോൾ അവർ കയറും. എൻ്റെ പണം തറത്ത് അത്ര മുതുക്കൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇത് കണ്ട സൈസ് പാലാണ്ടതേ. അത്ര സൈസല്ല, മീഡിയം സൈസ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ അതിലും വലുത് പിടിച്ചാണ്. പക്ഷെ ഇത് ഞാൻ വറ്റിയിടുന്ന് ഞാൻ ചോദിച്ചില്ല, ഈ സാധനം വരുന്നു. ഓക്കെ, ഇതുണ്ടതേ വലിപ്പം കണ്ട പാലാണ്ട പിടിച്ച് കൊല്ലിക്കാത്തുള്ള. പൊടി മീൻ പെയ്യാണ്ടല്ലോ. നനക്കട്ടേട്ടാ. മറ്റുണ്ടെങ്കിലേ ഓടി വരും. ഈ വത്തൂരി സാധനമുള്ള കൊത്തണത് വിട്ടു. തല്ലിപ്പടക്കല്ലേ. പിന്നെ പാലാണി കേട്ടോ. വറ്റക്കുട്ടനെ കിട്ടുന്നില്ല. സാധനം വന്ന് നമുക്ക് പണിയാം. പാലാണി കിട്ടുമോ നോക്കാം. പാലാണി ഒറ്റനെ കിട്ടുമോ നോക്കട്ടെ. എന്നാലേ കുറച്ച് പിടിച്ച് കഴിയുമ്പോഴേ ഉറച്ചിൽ വീണിട്ടുണ്ടാകും നോക്കട്ടോ. ഉറച്ചിൽ വീണ പണിയാ. വലിയ ഇന്നിപ്പോൾ അധികം ചത്തിട്ടില്ലല്ലോ ജിമ്മി. ഞങ്ങൾ അന്ന് വിളിച്ചൊക്കെ ഭയങ്കരമായിട്ട് ചത്തുപോയി. എൻ്റെ കയ്യിൽ ഉറച്ചിൽ വീണിട്ടുണ്ട്. പാലാങ്ങ് പിടിച്ചിട്ട് പാലാങ്ങ് പിടിക്കുമ്പോൾ ഉറച്ചിട്ട് വീഴും. പൊടി മീൻ വന്നിട്ടുണ്ടല്ലേ, കരം കൊത്തും ചാടി. പാലാങ്ങൊന്നും വേണ്ടല്ലോ, മടുത്ത് പാലാങ്ങ് വേണ്ടെന്ന് പറഞ്ഞത്. വീടാടുത്ത് എനിക്ക് കിട്ടിയ സൈസാണ്. എൻ്റെ കൊത്തിയ സൈസാണ്. ആ കൊത്തിയ ഒന്നെ പിടിച്ചിട്ടോ.
വലിയ വാങ്ങാടല്ലേ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വലിച്ചുകൊണ്ട് പോകുള്ളൂ. എൻ്റെ കൈ കിടച്ച് ഞാൻ 2-3 ദിവസം കോരിലെടുക്കാം. ഒതുക്കാണോ മോനെ? അയ്യോലെ തല്ലി പടക്കള ഇത് കൊള്ളാം, അടിപൊളിയാ. ഈ സൈസ് കിട്ടണം എന്തെന്നാ പറ്റിയത്? ചാലിന്നാളോ ഇത്? ഇതാണ് കറക്റ്റ് വീതി. വലിവിന് നേരെ അങ്ങോട്ട് ഇടണം. കരപ്പുറന്നാണ് വെള്ളം കൂടുതലാണ്. വിട്ടേ ചുണ്ടും മരിക്കും. എവിടെ കുത്തിയിട്ടുണ്ട്? എടുക്കൂല്ല. വരട്ടെ. അവിടെ പാലാനുണ്ട്. പുറത്തു കൂടെ പോ. പിടിച്ചാൽ വാരി പിടിച്ചിട്ട് കിട്ടണല്ല, കാറ്റ് പിടിച്ചാട്ടെ കയറ്റി കിട്ടാം. പോട്ടെ, കാണാൻ കിട്ടുന്നു ഇവിടെ. കേക്കൂല. എടാ അതൊന്ന് പിടിച്ചു നൈസായിട്ട്. 5 അടിച്ച് കയറി പണ്ടാണ്. മുതുക്കനാണ് മുതുക്കൻ. ഇന്നലെ എന്ത് കാറ്റാണ്, കൊടുങ്കാറ്റ് പോലെ. ഉറച്ചിൽ വേണ്ടിണ്ട് ചെറുതായിട്ട്. വറ്റ കൊത്തണുള്ളത്. ആ വറ്റ രാവിലെ മാത്രം കൊത്തു. രാവിലെ കയറി ചുമ്മാ കാറ്റ് പറയുമ്പോഴത്തേക്കും പയ്യ വണ്ടി എടുത്ത് പോകുന്നതാണ്. തൂക്കിനേറി കുത്തിയാണ് മാങ്ങാത്തൂലി. കൈയഴച്ചേണ്ട വറ്റ കിട്ടണം. വഴുത കുത്തിയ പൊട്ടിപ്പോ. ചെറുതാണേ കിട്ടും. ഓ ഇവിടെ നാടങ്ങാട് ടങ്കീസ് കുറവുണ്ടാ. ടങ്കീസ് പിടിച്ച് കിട്ടണം. അത് ഞാൻ വെട്ടവാനാണ് നോക്കുന്നത്. പക്ഷെ മറ്റേ ഉറച്ചിലാക്കി മാങ്ങാത്തുരി. ഉറങ്ങി പിടിച്ചിട്ട് കട്ട് ചെയ്യാം. ഇവിടെ
ഇവിടെ പാലാങ്ങനെ കണ്ടോളൂ. ഒറ്റ ആ സാധനം കൊത്തണം. അത് കിട്ടിയാലേ കാര്യമുള്ളൂ. എനിക്ക് തോന്നണേ കൂട്ടൂല, വെറുതെ ഒറ്റക്ക് ഇങ്ങനെ ഓടി കിടക്കുന്ന സാധനമൊന്നും. ഊണ്ണഞ്ചെന്ന് പറയാൻ വലിയ ഇഞ്ചാണ്. 6 കൊല്ലഞ്ചാണ്. 6 5.5 5.25 കോലങ്ങളോ വാങ്ങണോ മോനെ. അയ്യോടാ എന്ത് സാധനം പാലാങ്ങനെ വേവല്ലോണാ വലിച്ചിട്ട് വേണ്ട കയ്യിൽ. സ്ക്രാച്ച് വീതി പണ്ടാറം. എന്ത് പണ്ടാക്കുന്നോ കിട്ടൊത്തിടിയില്ല. ഇത് കൊത്തുന്നുണ്ട്. കാണാൻ ഞാനിപ്പോൾ കുളത്തൂർന്ന് പൊടിച്ചോന്നാണ്. ഇതുപോലെയാണ് കൊത്തിയത്. അല്ലെങ്കിൽ ചെമ്പലിക്കണി കയറി കൊത്തി കിട്ടും. 1 കിലോയിലൊക്കെ പിടിക്കാം ഇതില്. അതിൻ്റെ പൊക്കത്തോട്ടൊക്കെ അടിച്ചാൽ പൊട്ടി പോവും. നോക്കണ്ട, കാണുന്നൊന്നും വിടാൻ പറ്റില്ല. കാണാൻ വിട്ടേ നേരെ എൻ്റെ അകത്തോട്ട് പോവും. കൊത്തിപ്പോയെന്നൊരു പിടി കിട്ടണുണ്ട് നാളെ. ഒരു പിടിയില്ല. കാളാഞ്ചിയാണെങ്കിൽ ചാടിക്ക് എടുക്കോടാ, വലിച്ചുകൊണ്ട് ഒറ്റോട്ട് പോകും. ഒന്നിലേക്ക് ഇത് മുതുക്കം പാലങ്ങനെ, അല്ലെങ്കിൽ വറ്റ വലിയ വറ്റയിരിക്കും. ടങ്കീസിന് നീളം കുറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പൊട്ടിച്ച് പിടിച്ച് ഞാൻ കളഞ്ഞിരിക്കുന്നു. വലിച്ചെടുക്കാം അങ്ങോട്ട്. ഓ കയ്യിൽ കുളത്തേറ്റ്. ഈ സാധനം അങ്ങനെ കൈ കുളത്തേറ്റ്. ദിവനായിരിക്കും ഇല്ല മുഴുപ്പുള്ളവനൊക്കെ കൊത്തി. വലിയ പാലാങ്ങനെയായിരിക്കും കൊത്തി വലിച്ചൊട്ടിക്കണ ഇവിടെ കാണിച്ച്. ഏറ്റവും അവസരം കാണിച്ചു തരാട്ടാ. ഇപ്പൊ കാണിക്കാന്ന പണി പാടും. എൻ്റെ പിന്നെ മുടുക്കത്തെ ചൂടല്ലേ. മറ്റട കൊത്ത് കഴിഞ്ഞ് ഇപ്പൊ ഇനി കൊത്തൂല. ഇത്ര നേരം ഓർക്കാപ്പുറത്ത് പറഞ്ഞെങ്കിൽ കിട്ടിയ അത്ര ഉള്ളൂ. രാവിലെ കൊത്തുള്ളൂ. ഒതുക്കന്മാര എൻ്റെ ചിലവെന്നാലും അടുത്ത് 10-15 മീനാണ്. 10-15 കിലോ പാലാണ് പിടിച്ചു വാങ്ങാത്ത. അത്ര എടുത്തിരിക്കണം. അതാണ് ഞാൻ അതിനെ പിടിക്കാത്തത്. ഓ ഇവിടെ കിട്ടണം. എടുത്തിടാന്ന് തരില്ല. സുഖമാണ്. പാലാണ് ഞാൻ എടുത്തില്ല. വറ്റാണ് ഞാൻ എടുത്തിട്ടാണ്. പാലാണ് എനിക്ക് വേണ്ട. നീ എടുത്താൽ മതി. എന്നാ പിടി പിടിച്ച കുഞ്ഞു പാലാണ്. എൻ്റെ ചൂണ്ടിൽ പാലാണ് കൊത്തണ്ട കേട്ടോ. എനിക്കാണ് വാങ്ങാത്ത ഊളപ്പാണ് മടുത്ത് എൻ്റെ ചെമ്മീൻ മുഴുവൻ തീർക്കണത് ആ സാധനമാണ്. ഒരു മുതുക്കം പോലും കൊത്തിയില്ലല്ലോ എൻ്റെ അടുത്ത്. പക്ഷേ ഒരെണ്ണം കൊത്തി എന്ത് പണ്ടാറണമെന്നാവണം. ലോഡ് വന്നുണ്ട പിടിച്ചിട്ട്. എന്ത് സാധനമാണെന്ന് അറിയാൻ വേണ്ട കയറി കൊത്തിയത്. വലിയ ചെമ്മീൻ ഇട്ട് നോക്കുമായിരുന്നു. വലിയ ചെമ്മീൻ വേണം. നീ നിപ്പുണ്ടെങ്കിലാ കാണാൻ ചെന്നീ തക്കത്തിനൊന്ന് ഇട്ട് നോക്കാം.
അവിടെ തന്നെ ഉണ്ട്. അവിടെ പൊട്ടി മീൻ നിൽപ്പുണ്ടോ ആവശ്യത്ത് ആണല്ലേ? ഏരെടുപ്പ് കഴിഞ്ഞു തോന്നുന്നു എൻ്റെ. ഏറ്റവും പറ്റ അലിയെ നിലച്ചിട്ടായിരിക്കും വെള്ളം. ഞാൻ എല്ലായിടത്തും നോക്കിയിരുന്നു. ഇതുണ്ടത് മുട്ടച്ചിമ്മീനുണ്ടോ? മുട്ടച്ചിമ്മീൻ വലിച്ചുകൊണ്ട് ഓടിയുണ്ടോ പുറത്തോട്ട്? പിന്നെ വലിച്ചു കുത്തുന്നു കൊണ്ടാണ്. ആ ചാലിന്ന് നോക്കിയപ്പോ നല്ല വലിയുണ്ടോ? നല്ല വലിച്ച ചാലിന്ന് അതൊന്നും പണ്ടാവുന്നോ വിട്ടുപോയതാണ് കണ്ടത്. വലിച്ചു കുത്തിയിട്ട് വിട്ടുപോയിരുന്നു. ഇതേ വായിലോട്ട് കയറാണ്ടാണ് എല്ലാവർക്കും. എന്തോ അത് വായിലോട്ട് ശരിക്കും കിട്ടിയില്ല. ഓ അതെ ഓർമ്മയുണ്ട്. പിന്നെയും ചെമ്മി. ഓ എന്ത് ബന്ധാണുള്ളത്. ഞാൻ വെച്ച് പാലങ്ങനെയൊക്കെ വെച്ചാൽ ആ വെട്ടിക്കോട് അല്ലെങ്കിൽ വൈ വെട്ടിക്കോളായിരുന്നു. പീലിയമ്മ കൊണ്ടുവരാ ഇതിൻ്റെയൊക്കെ പീലിയമ്മ കൊണ്ടേക്ക് എൻ്റെ പോലെ എന്ത് മുള്ളത് ഇതാന്തിന്. കൊത്തള്ള കൊത്തു നിന്നു. 4:25 പോവാ. 4 ഓക്കെ ഓക്കെ മസ്കൂ. വിട്ടു പോയാലോ? മീൻചാടിയുണ്ട് എടാ മീൻചാടി ഉണ്ട് അരിയത്ത്. നിന്റെ അരിയത്ത് ചാടി. നമുക്കടിച്ച അതേ മീനാണ് കേട്ടോ. ഇന്ന് നമ്മൾ പോയിട്ട് പിടിച്ചിട്ട് വന്ന മീനാണ്. കണ്ട നല്ല സൈസ് വറ്റിയുണ്ട്. ഇതൊക്കെ ഇപ്പം കുളത്തിൽ കയറി വന്നേക്കണ മീനാണ് കേട്ടോ. സൈസ് വറ്റാതെ ഇവിടെ ഉണ്ടോർണം. ഇത് അത്യാവശ്യം ഇത്തിരി വലിപ്പമുള്ളതാണ്. ഈ സൈസ് വറ്റിയാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ അത് അധികം കിട്ടിയില്ല. ആകെ 2 ഉള്ളു വരുത്, ബാക്കിയൊക്കെ ചെറുതുങ്ങളാ. ഇതുണ്ടതേ ഇതിൽ മുഴുത്ത വാഴാണെങ്കിൽ വേണം മുഴുപ്പുള്ളതാണ് കേട്ടോ. ഏറ്റവും വലിയ വാഴാണ് കിട്ടിയത്. കുറേയൊക്കെ വിട്ടു കേട്ടോ. ഓക്കെ, നമുക്കിനിയിപ്പോൾ പുതിയ വീഡിയോ കാണാം.
ഇത്ര മീൻ കിട്ടി നമുക്ക്. ഫുള്ള് വറ്റ. 1 2 3 4 5 6 7 8 9 10 11 ഒറ്റ ഇടാം. 11 ഒറ്റ 11 ഒറ്റയും 4 5 6 7 8 പാലാങ്ങണി. കഴിഞ്ഞ ദിവസമൊക്കെ ഇതിൽ കൂടുതലുണ്ട്. 8 കിലോ 9 കിലോ പാലാങ്ങണി കിട്ടിയാണ്. പക്ഷെ നമ്മൾ പാലാങ്ങണിക്ക് ഉദ്ദേശിച്ച് പോയതല്ല. അതുകൊണ്ടാണ് ഇതിനെ പിടിക്കാത്തത്. നമ്മൾ വറ്റ ഉദ്ദേശിച്ചാണ് പോയത്. ഓക്കെ, പിന്നെ പുതിയ വീഡിയോ കാണാം.